തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയാക ദൈവത്തിന് സ്തുതി. ഏവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ 50 നോയമ്പിന്റെ മധ്യഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. കഴിഞ്ഞുപോയ ദിനങ്ങളിൽ നമ്മുടെ നോമ്പ് എങ്ങനെയുള്ളതായിരുന്നുവെന്ന് നാം ചിന്തിക്കണം. ജീവിതത്തിൽ വാക്കിലും വചനത്തിലും പ്രവൃത്തിയിലും വന്നുപോയിട്ടുള്ള തെറ്റുകളെയും കുറ്റങ്ങളെയും കണ്ടെത്തി പരിഹരിച്ച് ഒരു പുതിയ തീരുമാനത്തോടെ കുറെ കൂടെ നിഷ്ഠയോടും പിന്നിടുവാനുള്ള ദിനങ്ങളെ അതീവ ശ്രദ്ധയോട് പിശാചിനെ ജയിക്കുവാനുള്ള ദൈവകൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് അടുത്ത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. മോശയുടെ നേതൃത്വത്തിൽ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിതരായി കനാനിലേക്ക് പ്രയാണം ചെയ്യുന്ന ഇസ്രായേൽ ജനത്തിന് വഴിയിൽ വെച്ച് പല പരീക്ഷകളും നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ അവർ ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചപ്പോൾ യഹോവ കോപിച്ച് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിലേക്ക് അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിക്കുകയും അനേകർ മരിക്കുകയും ചെയ്തു. ജനത്തിനു വേണ്ടി മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടുമരത്തിൽ തൂക്കുക, അതിനെ നോക്കുന്നവർ രക്ഷപ്പെടും എന്ന് സംഖ്യാപുസ്തകം 21 അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. ഇത് യേശുവിന്റെ കാൽവറി കുരിശിന്റെ മുൻകുറിയാണ്. പാതി നോമ്പിൽ ഗോൽഗുത്തായിൽ ഉയർത്തിയ ക്രൂശിൽ നമുക്കായി നിർവഹിച്ച വലിയ രക്ഷയാണ് നാം കാണുന്നത്. കുരിശ് സാത്താനെയും മരണത്തെയും പരാജയപ്പെടുത്തിയ ആയുധമാണ്. കർത്താവ് നമുക്ക് ഒരുക്കി തന്ന രക്ഷയിലുള്ള വിശുദ്ധ നോമ്പിന്റെ പ്രയാണം ജയമുള്ള കുരിശിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ടായിരിക്കണമെന്ന് വിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നു. ഈ കുരിശിലൂടെ ദൈവം വെളിപ്പെടുത്തിയ വലിയ സ്നേഹം മനുഷ്യകുലത്തോടുള്ള ദൈവത്തിന്റെ അദമ്യമായ ദിവ്യ സ്നേഹമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 ആ ദൈവസ്നേഹം എങ്ങനെയുള്ളതാണെന്നും അത് എങ്ങനെ എല്ലാവർക്കും സ്വായത്തമാക്കാമെന്നും ഇവിടെ വെളിപ്പെടുത്തുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ചു. മനുഷ്യ സ്നേഹത്താൽ പിതാവാൻ ദൈവം തന്റെ ഏകജാതനിലൂടെ ഒരുക്കിയ സൗജന്യമായ രക്ഷ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൽ അടിയുറച്ചു വിശ്വസിക്കണം. കർത്താവ് പറയുന്നു, വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കാത്തവന് ന്യായവിധി വന്നു കഴിഞ്ഞുവെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 18 വാക്യത്തിലൂടെ വെളിപ്പെടുത്തുന്നു. ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ടോ യേശു നമ്മുടെ രക്ഷകനാണെന്നും അവനിൽ കൂടെ മാത്രമേ രക്ഷ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്നും വിശ്വസിച്ചുകൊണ്ട് മാത്രം വിശ്വാസം പൂർണ്ണമാകുകയില്ല. അവൻ നമുക്കായി കരുതുന്നവനാകുന്നു. അവൻ നമ്മെ ഒരു നാളും തള്ളിക്കളയുകയില്ല. നമ്മുടെ അനേകതരമായ പാപങ്ങളും അവൻ മോചിച്ചു തരും എന്നും വിശ്വസിച്ചുകൊണ്ട് നമ്മെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മിൽ വിശ്വാസം പൂർണ്ണമാകുന്നത്. എഫേസ്യ ലേഖനം 2:14-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കാൽവറിയിലെ പരമയാഗത്തിലൂടെ നമ്മെ ദൈവത്തോട് നിരപ്പാക്കി പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയി മരണത്തിന് അധീനരായി തീർന്ന മനുഷ്യകുലത്തെ ദൈവത്തോട് നിരപ്പിക്കുവാനാണ് അവിടുന്ന് കാൽവറിയിൽ പരമയാഗമായി തീർന്നതെന്ന് മനസ്സിലാക്കാം. നിത്യജീവൻ എന്നത് അങ്ങേ ലോകത്തിൽ ചെന്നിട്ട് മാത്രം ലഭിക്കുന്ന ഒരു അനുഭവമല്ല. അത് ഈ ലോകത്തിൽ വെച്ച് തന്നെ സ്വായത്തമാക്കേണ്ടതാണ്. ആ ജീവിതത്തിലേക്കുള്ള വഴികാട്ടിയായിരിക്കണം കർത്താവിന്റെ വിജയസ്ലീബ. ഇഫ് there is no cross, there is no crown എന്ന് പിതാക്കന്മാർ പറയുന്നു. കുരിശില്ലാതെ കിരീടം ലഭിക്കയില്ല എന്ന ബോധ്യത്തോടെ ക്രൂശിനെ നോക്കി വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.